ഇന്ന് നമുക്ക് മത്തി നെല്ലിക്കയിട്ട് പറ്റിച്ചെടുത്ത കറി തയ്യാറാക്കിയാലോ. വളരെ രുചികരവും ഹെൽത്തിയുമായിട്ടുള്ളൊരു കറിയാണിത്. അതിനായിട്ട് നമുക്ക് 1/2 കിലോ ചാള അഥവാ മത്തി അത് കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിലേക്ക് ആവശ്യമായ കുറച്ച് നെല്ലിക്ക, കറിവേപ്പില, കാന്താരി മുളക്, 1 ടീസ്പൂൺ കുരുമുളക്, 4 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് കൂടാതെ ഒരു 10 ചെറുള്ളിയും കൂടി ആവശ്യമുണ്ട് കേട്ടോ, ഇതിലിടാം. അങ്ങനെ നെല്ലിക്ക കുരു കളഞ്ഞതും ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും പിന്നെ കാന്താരി മുളകും 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. അതിനുശേഷം വൃത്തിയാക്കി വെച്ച മത്തിയിലേക്ക് ചേർത്ത ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ 10 ചെറിയുള്ളി എടുത്ത് വൃത്തിയാക്കി മിക്സിയിൽ അരച്ചെടുക്കാം. ഈ അരപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് പാൻ ചൂടാക്കി അതിൽ കറിവേപ്പില ഇങ്ങനെ നിരത്തി വയ്ക്കാം. അതൊരു നല്ല മണം, നല്ലൊരു ഫ്ലേവർ വരുന്നതിന് വേണ്ടിയാണ് കറിവേപ്പില നിരത്തുന്നത്. അതിനുശേഷം അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച മത്തി ഓരോന്നോരോന്നായി നിരത്തി കൊടുക്കാം. എണ്ണ അധികം ഒന്നും ഉപയോഗിക്കേണ്ട കേട്ടോ, കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി. അങ്ങനെ എല്ലാ മത്തിയും നിരത്തി വെച്ചതിന് ശേഷം ബാക്കിയുള്ള അരപ്പും അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നീട് മൂടി വെച്ച് 2 മിനിറ്റ് വേവിക്കാം. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വരും. അത് വറ്റിച്ചെടുത്തതിന് ശേഷം മത്തി ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. 2 പുറവും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ അതിനൊരു ബ്ലാക്ക് കളറ്, കറുത്ത നിറത്തിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച മത്തി പോലെയുണ്ട് നമ്മുടെ നെല്ലിക്കയിട്ട് വറ്റിച്ചെടുത്ത മത്തിക്കറി. ഇത് നല്ല കുത്തരി ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്, നല്ലൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.